വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജോൺ ഡണ്ണിൻ്റെ എ വെലഡിക്ഷൻ ഫോർബിഡിംഗ് മോർണിംഗ് എന്ന പോയമാണ്. ഫസ്റ്റ് ജോൺ ഡണ്ണിൻ്റെ പ്രൊഫൈൽ നോക്കാം. ജോൺ ഡെയ്ൻ 1572 ലണ്ടനിലാണ് ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ ഫാദർ ഒരു റിച്ച് അയൺ മെർച്ചൻ്റ് ആയിരുന്നു. ജോൺ ഡെയ്ൻ ബേസിക്കലി ഒരു കാത്തലിക് വിശ്വാസിയായിരുന്നു. അതുകൊണ്ട് തന്നെ ആംഗ്ലിക്കൻ ഇംഗ്ലണ്ടിൽ തൻ്റെ കരിയറിലും പേഴ്സണൽ ലൈഫിലും അദ്ദേഹം ധാരാളം പ്രോബ്ലംസ് നേരിട്ടു. പിന്നീട് അദ്ദേഹം ആംഗ്ലിക്കൻ ചർച്ചിൽ ജോയിൻ ചെയ്തു. ജോൺ ഡെയ്ൻ ഒരുപാട് ലവ് ലിറിക്കുകളും റിലീജിയസ് പോയംസും സറ്ററിക്കൽ പോയംസും ഇറോട്ടിക് വേഴ്സസും സോങ്സും സോണറ്റുമൊക്കെ എഴുതിയിട്ടുണ്ട്. 1598 ജോൺ ഡണ്ണിന് സർ തോമസ് ഇഗേർട്ടൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയായി ജോലി ലഭിച്ചു. പക്ഷേ ഇഗേർട്ടൻ്റെ നീസായ ആൻമോറുമായി ജോൺ ഡെയ്ൻ പ്രണയത്തിലാവുകയും 1601 അവർ സീക്രട്ടായി വിവാഹിതരാവുകയും ചെയ്തു. ഇഗേർട്ടൻ്റെയും ആൻമോറിൻ്റെ ഫാദറായ ജോർജ് മോറിൻ്റെയും ആഗ്രഹത്തിനെതിരായിരുന്നു ഈ വിവാഹം. അതുകൊണ്ട് തന്നെ ജോൺ ഡണ്ണിന് തടവ് ശിക്ഷ ലഭിക്കുകയും ചെയ്തു. പിന്നീട് ഇവരുടെ വിവാഹം സാധുവാണെന്ന് കോടതി പ്രഖ്യാപിക്കുകയും ജോൺ ഡണ്ണിനെ ജയിൽ മോചിതനാക്കുകയും ചെയ്തു. ആൻമോർ വിവാഹശേഷം 16 വർഷത്തിനിടയിൽ 12 കുട്ടികൾക്ക് ജന്മം നൽകി. അതിൽ 8ാമത്തെയും അവസാനത്തെയും കുട്ടികൾ സ്റ്റിൽ ബർത്തായിരുന്നു. ആൻമോർ 1617 ഓഗസ്റ്റ് 15 തൻ്റെ 33ാം വയസ്സിലാണ് മരണപ്പെട്ടത്. 1621 ജോൺ ഡെയ്ൻ സെൻറ്റ് പോൾ കത്തീഡ്രൽ ഡീനായി. ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ വർക്കുകളിൽ മരണത്തെപ്പറ്റിയുള്ള ഭീതികൾ ഉണ്ടായിരുന്നു. 1631 മാർച്ച് 31 ലണ്ടനിൽ വെച്ചാണ് ജോൺ ഡെയ്ൻ മരണപ്പെട്ടത്. മെറ്റാഫിസിക്കൽ പോയിട്രിയുടെ ഫൗണ്ടറായാണ് ജോൺ ഡണ്ണിനെ കണക്കാക്കുന്നത്. തികച്ചും വ്യത്യസ്തങ്ങളായ കൺസീറ്റുകളെയും വസ്തുക്കളെയും ഉപയോഗിച്ച് സ്ട്രേഞ്ച് കമ്പാരിസൺ നടത്താൻ ജോൺ ഡണ്ണിന് പ്രത്യേക കഴിവുണ്ട്. ജോൺ ഡണ്ണിൻ്റെ ഏറ്റവും പോപ്പുലറായ ഒരു മെറ്റാഫിസിക്കൽ കൺസീറ്റ് നമുക്ക് പഠിക്കാനുള്ള ഈ പോയത്തിൽ കാണാം. പോയിറ്റ് ലവേഴ്സിനെ കോമ്പസിൻ്റെ 2 ലെഗ്സിനോടാണ് ഈ പോയത്തിൽ കമ്പയർ ചെയ്യുന്നത്. നെക്സ്റ്റ്, എന്താണ് മെറ്റാഫിസിക്കൽ പോയിട്രി എന്ന് നോക്കാം. 17th സെഞ്ച്വറിയുടെ തുടക്കത്തിലാണ് മെറ്റാഫിസിക്കൽ പോയിറ്റ്സ് എന്ന ഒരു കൂട്ടം പോയിറ്റ്സ് മുന്നോട്ട് വന്നത്. ഡോക്ടർ ജോൺസൺ ആണ് മെറ്റാഫിസിക്കൽ എന്ന ടേം ആദ്യമായി ഉപയോഗിച്ചത്. ഫിലോസഫിയുടെ ഒരു ബ്രാഞ്ചാണ് മെറ്റാഫിസിക്സ്. ഇതിൽ വിസ്ഡം, ഐഡൻറ്റിറ്റി, ടൈം, സ്പേസ്, ഗോഡ്, ഫെയ്ത്ത് എന്നിങ്ങനെയുള്ള അബ്സ്ട്രാക്റ്റ് കൺസെപ്റ്റുകളാണ് ചർച്ച ചെയ്യുന്നത്. മെറ്റാഫിസിക്കൽ പോയിറ്റ്സ് പാരഡോക്സിക്കൽ ഇമേജ്, സ്ട്രേഞ്ച് ഇമേജറി, കൺസീറ്റ്സ് എന്നറിയപ്പെടുന്ന എക്സ്റ്റൻഡ് മെറ്റഫേഴ്സ് എന്നിവ ഉപയോഗിക്കുന്നു. തികച്ചും വ്യത്യസ്തങ്ങളായ കാര്യങ്ങളെ താരതമ്യം ചെയ്യുക എന്നത് മെറ്റാഫിസിക്കൽ പോയിട്രിയുടെ ഒരു പ്രത്യേകതയാണ്. നമുക്ക് പഠിക്കാനുള്ള ഈ പോയം പോയിറ്റ് തൻ്റെ വൈഫായ ആൻമോറിനെ കൂടാതെ ഫ്രാൻസിലേക്ക് പോകുന്ന സമയത്ത് എഴുതിയതാണ്. താൻ യാത്ര പോകുമ്പോൾ കരയുന്നതിൽ നിന്നും പോയിറ്റ് തൻ്റെ വൈഫിനെ വിലക്കുന്നു. അവരുടെ സ്നേഹം സെപ്പറേഷനും അപ്പുറമാണ്. അവരുടെ സ്നേഹം സ്പിരിച്വലാണെന്നും ഫിസിക്കൽ പ്രസൻസിന് അവിടെ ഇമ്പോർട്ടൻസ് ഇല്ല എന്നും പോയിറ്റ് പറയുന്നു. അവരുടെ സ്നേഹത്തിൻ്റെ തീവ്രത കാണിക്കാൻ പോയിറ്റ് പല എക്സാമ്പിൾസും ഈ പോയത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. ഈ പോയത്തിൽ ഒരുപാട് മെറ്റാഫിസിക്കൽ കൺസീറ്റുകൾ നമുക്ക് കാണാം. ഈ പോയത്തിൽ ജോൺ ഡെയ്ൻ ലവേഴ്സിനെ കോമ്പസുമായാണ് കമ്പയർ ചെയ്യുന്നത്. വൈഫ് കോമ്പസിൻ്റെ ഉറച്ചു നിൽക്കുന്ന ലെഗും ഹസ്ബൻഡ് അതിനു ചുറ്റും കറങ്ങുന്ന ലെഗും. കോമ്പസിൻ്റെ 2 ലെഗുകളും ശരിക്ക് പ്രവർത്തിച്ചാലേ ഒരു സർക്കിൾ റെഡിയാവുകയുള്ളൂ. അതുപോലെ തന്നെയാണ് പോയിറ്റും വൈഫും എന്നും ജോൺ ഡെയ്ൻ വിവരിക്കുന്നു. ഇനി നമുക്ക് ഈ പോയം നോക്കാം. എ വെലഡിക്ഷൻ ഫോർബിഡിംഗ് മോർണിംഗ്. പോയിറ്റ് തൻ്റെ ഭാര്യയോട് പറയുന്നത് യാത്ര പറയുമ്പോൾ ദുഃഖിക്കരുത് എന്നാണ്. അതാണ് ടൈറ്റിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലിസൺ ടു ദ ഫസ്റ്റ് സ്റ്റാൻസ. As virtuous men pass mildly away and whisper to their souls to go, while some of their sad friends do say, now his breath goes, and some say no. ഫസ്റ്റ് സ്റ്റാൻസയിൽ പോയിന്റ് പറയുന്നത് വേർച്ചസ് ആയ ആളുകൾ മരിക്കുമ്പോൾ, ദാറ്റ് മീൻസ് നല്ല ആളുകൾ മരിക്കുമ്പോൾ അവർ സമാധാനപരമായാണ് മരിക്കുന്നത്. അവരുടെ ആത്മാവിനോട് ഹെവനിൽ പോകാനും അവർ പറയുന്നു. അതേസമയം അവരുടെ സാഡ് ഫ്രണ്ട്സ് അവർക്ക് ചുറ്റും നിന്ന് തർക്കിക്കുകയാവും. ചിലർ പറയും അയാൾ മരിച്ചു എന്ന്, മറ്റു ചിലർ പറയും അയാൾ മരിച്ചിട്ടില്ല, ഇപ്പോഴും ശ്വസിക്കുന്നുണ്ട് എന്ന്. സോ ലെറ്റ് us melt and make no noise, no tear floods, nor sigh tempest move. It were profanation of our joys, to tell late our love. സോ പോയിട്ട് തൻ്റെ വൈഫിനോട് പറയുന്നത് ലെറ്റ് us melt and make no noise. അവർ പിരിയുന്ന സമയത്ത് കരച്ചിലിൻ്റെ ആവശ്യമില്ല, മെൽറ്റ് അലിയാമെന്നാണ്. ഒരു ഐസ് അലിയുന്ന പോലെ ദുഃഖമുണ്ടെങ്കിലും അത് ഉറക്കെ കരഞ്ഞു തീർക്കാതെ പിരിയാമെന്നാണ് പോയിട്ട് തൻ്റെ വൈഫിനോട് പറയുന്നത്. നോ ടിയർ ഫ്ലഡ്സ്
അവിടെ ഒരുപാട് കണ്ണുനീരിൻ്റെ ആവശ്യമില്ല, നെടുവീർപ്പിൻ്റെ ആവശ്യവുമില്ല. അവരുടെ സ്നേഹം ഇത്തരത്തിൽ കരഞ്ഞും മറ്റും പ്രദർശിപ്പിക്കുന്നത് മോശമാണ്. അതൊരിക്കലും ഒരു നല്ല കാര്യമല്ല എന്നും പോയിട്ട് പറയുന്നു. ഇവിടെ പോയിട്ട് പറയുന്നത് അവർ പിരിയുന്ന സമയത്ത് ഉറക്കെയുള്ള കരച്ചിലിൻ്റെയോ മറ്റു രീതിയിലുള്ള ദുഃഖപ്രദർശനമോ വേണ്ട എന്നാണ്. അത്തരത്തിലുള്ള എക്സിബിഷൻ ഒരിക്കലും പ്യുവർ ലവിന് ചേർന്നതല്ല. അവർക്ക് സൈലൻ്റായി പിരിയാമെന്നാണ് പോയിട്ട് തൻ്റെ വൈഫിനോട് പറയുന്നത്. ലിസൺ ടു നെക്സ്റ്റ് സ്റ്റാൻസ. മൂവിങ് ഓഫ് ദ എർത്ത് ബ്രിങ്സ് ഹാംസ് ആൻഡ് ഫിയേഴ്സ്. Men reckon what it did, and mean but trepidation of the spears, though greater far, is innocent. എർത്ത് ഒന്ന് മൂവ് ചെയ്താൽ അത് പേടിയും നാശവും കൊണ്ടുവരുന്നു. ഇവിടെ പോയിട്ട് സൂചിപ്പിക്കുന്നത് എർത്ത് ക്വിക്കിനെയാണ്. എർത്ത് ക്വിക്ക് ഉണ്ടാകുമ്പോൾ ജനങ്ങളാകെ ഭീതിയിലാകുന്നു. അതേസമയം മറ്റു വലിയ ഗ്രഹങ്ങൾ ഇതുപോലെ അനങ്ങുമ്പോൾ കൂടുതൽ ഇമ്പാക്ട്സ് ഉണ്ടാകുന്നു. പക്ഷേ നാശമൊന്നും സംഭവിക്കുന്നില്ല, ആളുകൾക്ക് ഭീതിയൊന്നുമില്ല. അപ്പോൾ പോയിട്ട് പറയുന്നത് ഇതുപോലെ അവർക്ക് പിരിയാമെന്നാണ്. ലിസൺ ടു നെക്സ്റ്റ് സ്റ്റാൻസ. ഡെൽ സബ്ലൂണറി ലവേഴ്സ് ലവ് ഹൂസ് സോൾ ഈസ് സെൻസ് കനോട്ട് അഡ്മിറ്റ് ഓഫ് ആബ്സെൻസ് ബിക്കോസ് ഇറ്റ് ഡസ് മൂവ് ദ തിങ് വിച്ച് എലമെൻറ്റഡ് ഇറ്റ്. ഓർഡിനറി ലവേഴ്സിന്, ദാറ്റ് മീൻസ് സാധാരണ ലവേഴ്സിന് സെപ്പറേഷൻ ഒരിക്കലും താങ്ങാനാവില്ല. കാരണം യാഥാർത്ഥ്യ സ്നേഹത്തിന് വേണ്ട കാര്യങ്ങൾ അവരുടെ സ്നേഹത്തിലില്ല. അതുകൊണ്ട് തന്നെ ഒരാളുടെ ആബ്സെൻസ് അവർക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ബട്ട് വി ബൈ എ ലവ് സോ മച്ച് റിഫൈൻ ദാറ്റ് അവർ സെൽഫ്സ് നോ നോട്ട് വാട്ട് ഇറ്റ് ഈസ്. ഇൻ്റർ അഷ്വേർഡ് ഓഫ് ദ മൈൻഡ്, കെയർലെസ് ഐസ്, ലിപ്സ് ആൻഡ് ഹാൻഡ്സ് ടു മിസ്. പോയിറ്റിന് തൻ്റെ ലവറുമായിട്ടുള്ള സ്നേഹം അങ്ങേയറ്റം റിഫൈൻഡ് ആണ്. അത് ദൈവീകമാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായി അത് എന്താണെന്ന് അവർക്കറിയില്ല. അവർ ഒന്നാണ്. അവരുടെ മനസ്സിലെ ഐക്യം ഒന്നാണ്. ഐസ്, ലിപ്സ്, ഹാൻഡ്സ് പോലുള്ള ശരീരഭാഗങ്ങൾ അടുത്തില്ലെങ്കിലും അവർ അതൊന്നും കെയർ ചെയ്യുന്നില്ല. മനസ്സിലാണ് അവരുടെ സ്നേഹം. ശരീരഭാഗങ്ങളുടെ പ്രസൻസിന് അതിൽ ഇമ്പോർട്ടൻസ് ഇല്ല. അവർ ടു സോൾസ് ദെർഫോർ വിച്ച് ആർ വൺ, ദോ ഐ മസ്റ്റ് ഗോ എൻഡോർ നോട്ട് യെറ്റ്, എ ബ്രെച്ച് ബട്ട് ആൻ എക്സ്പാൻഷൻ, ലൈക്ക് ഗോൾ ടു എയറി തിന്നസ് ബീറ്റ്. പോയിട്ട് തൻ്റെ ലവറെ വിട്ടുപോകുന്നുണ്ടെങ്കിലും അവരുടെ സോൾസ് ഒന്നാണ്. അതുകൊണ്ട് തന്നെ അവർക്കിടയിലുള്ള അകലം അവർക്കൊരു പ്രശ്നമല്ല. ഒരാൾ ദൂരെ പോയാൽ അതൊരു എക്സ്റ്റൻഷൻ മാത്രമാണ്. ഗോൾഡ് അടിച്ചു പരത്തി നീളം വെപ്പിക്കുന്നത് പോലെയാണത്. അവരുടെ സോൾസ് നീണ്ടു പോയി അവർക്കിടയിലെ ഡിസ്റ്റൻസ് ഇല്ലാതാക്കും. ലിസൺ ടു നെക്സ്റ്റ് സ്റ്റാൻസ. ഇഫ് ദേ ബി ടു, ദേ ആർ ടു സോ, ആസ് സ്റ്റിഫ് ടിൻ കോമ്പസസ് ആർ ടു, ദൈ സോൾ ദ ഫിക്സഡ് ഫുഡ് മേക്സ് നോ ഷോ, ടു മൂവ് ബട്ട് ഡു ഇഫ് ദ അതർ ഡു, and though it in the center sit, yet when the other far do roam, it leans and hastens after it, and grows erect as that comes home. അവരുടെ സോൾസ് വ്യത്യസ്ത സ്ഥലങ്ങളിലായാലും അവർ ഒരു കോമ്പസിൻ്റെ 2 ലെഗ്സ് പോലെയാണ്. പോയിറ്റിൻ്റെ ലവറുടെ സോൾ കോമ്പസിൻ്റെ ഫിക്സഡ് ഫൂട്ടാണ്, പോയിറ്റിൻ്റേത് അതിനു ചുറ്റും കറങ്ങുന്ന ലെഗും. കോമ്പസിൻ്റെ ഫിക്സഡ് ഫൂട്ടാണ് തിരിയുന്ന ലെഗിന് ഒരു പെർഫെക്റ്റ് സർക്കിൾ വരയ്ക്കാൻ സഹായിക്കുന്നത്. അതുപോലെ പോയിറ്റ് തൻ്റെ ലവർക്ക് ചുറ്റും കറങ്ങുന്നു. ഇവിടെയാണ് മെറ്റാഫിസിക്കൽ കൺസീറ്റ് നമുക്ക് കാണാൻ കഴിയുക. കോമ്പസിൻ്റെ 2 ലെഗ്സിൻ്റെ വിവരണത്തിലൂടെ പോയിറ്റ് തൻ്റെയും ലവറുടെയും സ്ട്രോങ് റിലേഷൻ കാണിക്കുന്നു. തൻ്റെ ലവർ ഒരു കോമ്പസിൻ്റെ ഫിക്സഡ് ഫൂട്ടിനെ പോലെയാണെന്നും താൻ അതിനു ചുറ്റും കറങ്ങുന്ന കോമ്പസിൻ്റെ മറ്റൊരു ലെഗാണെന്നും പോയിറ്റ് വിവരിക്കുന്നു. അവരുടെ സ്നേഹത്തിൻ്റെ തീവ്രത ഈ മെറ്റാഫിസിക്കൽ കൺസീറ്റിലൂടെ പോയിറ്റ് മനോഹരമായി വിവരിക്കുന്നു. Then listen to next stanza. Such will thou be to me, who must, like the other foot, obliquely rend. Thy firmness make my circle just, and makes me end where I begun. കോമ്പസിൻ്റെ ഫിക്സഡ് ഫൂട്ട് അതിൻ്റെ സ്ഥാനത്ത് നിന്നും ഇളകാതെ നിന്നാൽ മാത്രമേ സർക്കിൾ പെർഫെക്റ്റ് ആവുകയുള്ളൂ. മൂവിംഗ് ഫൂട്ട് അതിൻ്റെ കറക്കം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഫിക്സഡ് ഫൂട്ട് നേരെ നിൽക്കുകയും മൂവിംഗ് ഫൂട്ടിനെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്നു. സോ പോയിറ്റ് തൻ്റെ ലവറിനോട് പറയുന്നത് അവർ കോമ്പസിൻ്റെ 2 ഫൂട്ടുകൾ പോലെയാണ്. ഒരു പെർഫെക്റ്റ് സർക്കിൾ വരയ്ക്കാൻ അവർ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു എന്നും പോയിറ്റ് തൻ്റെ ലവറിനോട് പറയുന്നു. കോമ്പസിൻ്റെ 2 ലെഗ്സിൻ്റെ വിവരണത്തിലൂടെ പോയിറ്റ് തൻ്റെയും ലവറുടെയും ഡീപ്പ് റിലേഷൻ കാണിക്കുന്നു. മെറ്റാഫിസിക്കൽ കൺസീറ്റിന് മികച്ച ഒരു എക്സാമ്പിളാണിത്. ഇത്രയുമാണ് ജോൺ ഡണ്ണിൻ്റെ എ വെലഡിക്ഷൻ ഫോർബിഡിങ് മോർണിംഗ് എന്ന ഈ പോയത്തിലുള്ളത്. നിങ്ങൾക്ക് ഈ ക്ലാസ് യൂസ്ഫുള്ളായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഓൾ.